നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇല്ല, ഇനി ഈ കളിക്കില്ല. VRLനെതിരെയുള്ള മത്സരത്തിന് ശേഷം കാർലോ ആഞ്ചലോട്ടി ശക്തമായ ഭാഷയിൽ തന്നെ നിലപാട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കളിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, തൻ്റെ താരങ്ങൾക്ക് 72 മണിക്കൂറിലെ റെസ്റ്റ് എന്നുള്ളത് കിട്ടിയിട്ടില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും കളിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. ഇത് TV റൈറ്റ്സിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. താരങ്ങളല്ല അവർക്ക് പ്രയോറിറ്റി എന്നൊക്കെ അദ്ദേഹം കളിക്ക് മുമ്പ് പറഞ്ഞിരുന്നു. കളി കഴിഞ്ഞിട്ട് ടീം ജയിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഇനിയില്ല, ഇനി ഇങ്ങനെ 72 മണിക്കൂർ റെസ്റ്റ് പോലും കിട്ടാതെ കളി വെച്ച കളിക്കില്ല. അത് തന്നെ അദ്ദേഹം പറയുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് UEFA ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ട് വെറും 10-66 മണിക്കൂർ കഴിയുമ്പോഴേക്കും അടുത്ത കളിക്ക് റയലിന് ഇറങ്ങേണ്ടി വരികയാണ്. ഇത് ഫിഫ പറഞ്ഞ ടൈം സ്പാൻ അല്ല. 72 മണിക്കൂറുകളെങ്കിലും താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കണം അടുത്ത കളിക്ക് മുമ്പ് എന്നാണ് ഫിഫയുടെ ഒരു നോമുള്ളത്. എന്നാൽ ലാലീഗ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്തത്. ലാലീഗയോട് 2 തവണ കളി മാറ്റിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അവരതിലൊന്നും ചെയ്തില്ല എന്നാണ് ആഞ്ചലോട്ടി ഇപ്പോൾ തുറന്നടിക്കുന്നത്. റയൽ മാഡ്രിഡ് TV ഈ വിഷയത്തിൽ പറഞ്ഞത്, തീർച്ചയായിട്ടും ഫിഫയുടെ സപ്പോർട്ടിന് വേണ്ടി ഈ വിഷയത്തിൽ റയൽ മാഡ്രിഡ് മുന്നോട്ട് പോകും എന്നാണ്. ഇത് ഇനി ഒരിക്കലും സംഭവിക്കരുത് എന്ന് റയൽ മാഡ്രിഡ് TVയും പറയുന്നു. എന്തായാലും കളി കഴിഞ്ഞതിന് ശേഷം ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം. ഞാൻ വിചാരിക്കുന്നു ഇത് അവസാന തവണയായിരിക്കും. 72 മണിക്കൂർ റെസ്റ്റ് പോലും ഇല്ലാതെ ഞങ്ങൾ കളിക്കുന്ന ഇത് അവസാന വട്ടമായിരിക്കും, ഇനിയില്ല. വി വോണ്ട് ഡു ഇറ്റ് അഗെയിൻ വിത്തൗട്ട് 72 hours ഓഫ് റെസ്റ്റ്. ലാലിഗയോട് മത്സരത്തിൻ്റെ സമയം മാറ്റണമെന്ന് 2 തവണ ആവശ്യപ്പെട്ടതാണ്, പക്ഷെ അവരൊന്നും ചെയ്തില്ല. ഇത് ഏതായാലും അവസാന തവണയാണ്, ഇനി ഈ പണിക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇനി ഇത്തരം മത്സരങ്ങൾ ഉണ്ടായാൽ, അതായത് ഇങ്ങനെ ഷെഡ്യൂൾ വന്നാൽ കളിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നോ, ഓഫ് കോഴ്സ് നോട്ട്, ഇല്ല, ഇനി ഞങ്ങൾ ഒരിക്കലും കളിക്കാൻ ഇറങ്ങില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ തീർച്ചയായിട്ടും എൻ്റെ താരങ്ങളുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം പ്രൗഡാണ്. ഈ മത്സരം ഒരു ട്രിക്കി ഗെയിമായിരുന്നു. ഓപ്പണൻസ് വളരെ മികച്ച രൂപത്തിൽ കളിക്കുകയും ചെയ്തു. എന്നാലും ഞങ്ങൾ അതിൽ ഹങ് ഓൺ ചെയ്തു. എബവ് ഓൾ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ താരങ്ങൾ വളരെയധികം ക്ഷീണിതരായിരുന്നു. അത് നോർമലുമാണ്. എങ്കിലും ഈ ഒരു വിജയം ടീമിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് കൃത്യമായി കാണിക്കുന്നതാണ് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.